എന്ത് തെറ്റ് ചെയ്താലും അതിനൊരു മര്യാദയുണ്ട്. ആ മര്യാദ പാലിക്കാത്തപ്പോഴാ ഓരോന്ന് പറഞ്ഞു പോകുന്നത്. അതെ, എന്നെ നീ മര്യാദയൊന്നും പഠിപ്പിക്കാൻ വരണ്ട. മര്യാദ ഇല്ലെങ്കിലേ അത് പഠിക്കുന്നതിൽ തെറ്റില്ല, ആരുടെ അടുത്തുനിന്നാണെങ്കിലും. മര്യാദ പഠിക്കുന്നത് വീട്ടിൽ നിന്നായാ അത്രയും നല്ലത്. മറ്റുള്ളവരാണ് പഠിപ്പിക്കുന്നെങ്കിൽ ഭാഷയും ശൈലി ഇതായിരിക്കില്ല. നിർത്തടി. നീയേ പറഞ്ഞു പറഞ്ഞു എവിടെ കയറി പോവുക? നിന്നെ വളർത്തിയത് ഞാനാ. ആ എന്റെ നേർക്ക് വല്ലാതെ കയറി കൊണ്ട് ചാടല്ലേ. വളർത്തി എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് എന്തിനു കൂട്ടു നിൽക്കണോ ഞാൻ? ഇതെല്ലാം കണ്ട് മിണ്ടാതിരിക്കണോ? ഇത്രയും തരം താണ ഒരു അച്ഛന്റെ മകളായി പോയല്ലോ ഞാൻ. ഉത്തരം മുട്ടുമ്പോഴല്ല ഈ സ്ഥിരം കലാപരിപാടി ഉണ്ടല്ലോ, അതിന് എന്നോട് വേണ്ട. ഒരിക്കൽ തല്ല് വാങ്ങിയിട്ടുണ്ട് ഈ കയ്യിന്ന്. ഇനി എന്നെ തല്ലാൻ വരരുത്. അമ്മയെ അച്ഛൻ ദ്രോഹിച്ചതിന് ഒരു കയ്യും കണക്കുമില്ല. അച്ഛൻ എന്ന സ്ഥാനം വെറുതെ കിട്ടില്ല. ഭാര്യയോടായാലും മകളോടായാലും മര്യാദ കാണിക്കണം. എങ്കിലേ അച്ഛ എന്നും ഭർത്താവെന്നും വിളിക്കാൻ പറ്റൂ. എല്ലാ അഭിനയാണെന്ന് ഞാനിപ്പോ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അച്ഛൻ എന്നെ തല്ലാം. തെറ്റുണ്ടെങ്കിൽ മാത്രം. ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് പറഞ്ഞ് ഉടനെ ഒരു ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഇല്ലാത്ത ഇഞ്ചക്ഷൻ എടുപ്പിക്കാൻ കാണിച്ച ബുദ്ധി ആരുടേതായിരുന്നു? ഇനി അഥവാ കുഴഞ്ഞു വീണെന്നിരിക്കട്ടെ, ബോധമില്ലാതെ കിടക്കുന്ന പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് എത്രയും വേഗം വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അത് ചെയ്തോ? ഇല്ല. ആ ഡോക്ടറുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കള്ളത്തരം മുഴുവൻ. നേരത്തെ പഠിപ്പിച്ചു വെച്ചതുപോലെ അയാൾ നന്നായിട്ട് അഭിനയിച്ചു. പക്ഷെ ഈ അഭിനയമൊക്കെ അതങ്ങ് അമ്മയുടെ അടുത്തേ നടക്കും, എന്റെ അടുത്ത് നടക്കില്ല. ഇവിടെ നടന്നതൊക്കെ ഞാൻ എല്ലാവരോടും പറയാൻ പോവാ. ഇതൊക്കെ എന്ത് കാര്യത്തിനായിരുന്നു? ആരെ ബോധിപ്പിക്കാനായിരുന്നു? അറിയാതെ പടനിലത്ത് പത്മനാഭന്റെ മകൾ പാർവതി ഈ മുറി വിട്ടു പോവില്ല.